തൊടുപുഴയിലെ മോർ ജംഗ്ഷൻ ട്രാഫിക് കുരുക്കിന് ഉടനടി പരിഹാരം വേണം. ഏറ്റവും വലിയ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇടുക്കി റോഡ് ആധുനിക രീതിയിൽ പണി പൂർത്തീകരിക്കണം. ഏറ്റവും വലിയ വാണിജ്യ തൊടുപുഴ എന്നും പറഞ്ഞ് പേരെടുക്കുന്ന അധികാരികൾ ഉടൻ തന്നെ വികസന നയങ്ങൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് തൊടുപുഴയ്ക്ക് പുതുജീവൻ നൽകണമെന്ന് തൊടുപുഴ മുനിസിപ്പൽ കൗൺസിലർ TS രാജൻ നമ്മളോടൊപ്പം, കൂടാതെ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയും പ്രതികരിക്കുന്നു. അടുത്ത പട്ടണമായ മൂവാറ്റുപുഴയെ നമ്മൾ കണ്ടുപിടിക്കണമെന്നും അടിയന്തരമായി ഒരു ഫ്ലൈ ഓവറെങ്കിലും സ്ഥാപിച്ച് യഥാർത്ഥ നഗരവികസനം സാക്ഷാത്കാരമാക്കണം. നമസ്കാരം. നമ്മളിന്ന് തൊടുപുഴയുടെ ഒരു ചെറിയ വികസനത്തെ നമ്മളൊന്ന് നോക്കുക. അത് ഒന്നാമത് റോഡിന്റെ രീതിയിൽ ഗതാഗതക്കുരുക്കാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ബൈപ്പാസ് എന്ന അഭിമാനം കൊള്ളുന്ന നമ്മുടെ തൊടുപുഴയ്ക്ക് ഏറ്റവും കൂടുതൽ ട്രാഫിക് കുരുക്കാണ്. ഉദാഹരണമായി ഇവിടുന്ന് ഗാന്ധി സ്ക്വയറിൽ നിന്ന് ഏതാണ്ട് ഇടുക്കി റോഡ് ഈ കവാടം വരെ ചിലപ്പോൾ 5 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ വണ്ടി കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ്. എന്താണ് ഇതിനൊരു ശാശ്വത പരിഹാരം? തൊടുപുഴ വളരുന്ന ഒരു പട്ടണമാണ്. ഇടുക്കി ജില്ലയിൽ അടുത്ത ഒരു കോർപ്പറേഷൻ സിറ്റി എന്ന് പറയുന്നത് വരാൻ പോകുന്നത് ബൈപ്പാസുകളുടെ കേന്ദ്രം എന്ന് പറയുന്ന തൊടുപുഴ പട്ടണമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് ജാം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൊടുപുഴ KSRTC സിഗ്നൽ ജംഗ്ഷനിലാണ്. ഈ ജംഗ്ഷനിൽ ഒരു ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതെ കടന്നു പോകുക എന്ന് പറയുന്നത് സ്വപ്നത്തിൽ മാത്രമാണ്. എന്തുകൊണ്ട് തൊടുപുഴ പട്ടണത്തിൽ ഒരു ഫ്ലൈ ഓവർ നിർമ്മിക്കുവാൻ നമ്മുടെ ഈ ട്രാഫിക് ജാമിന്റെ ഇടയ്ക്കിൽ കൂടി ആംബുലൻസ് കടന്നു പോകുന്ന, ഇവിടെ വെട്ടി ഏതാണ്ട് മറിയാൻ പോകുന്ന രീതിയിലാണ് ഈ എമർജൻസി ആംബുലൻസ് കടന്നു പോയത്. ഇത്രയധികം തിരക്കുള്ള ഈ ജംഗ്ഷനിൽ ഒരു ഫ്ലൈ ഓവറിനെ കുറിച്ച് ചിന്തിക്കുവാൻ നമ്മുടെ ഇടുക്കി MPയോ തൊടുപുഴ MLAയോ ഇടുക്കിയുടെ മന്ത്രിക്കോ സാധിച്ചിട്ടില്ല. 9 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിൽ ഭരിക്കുന്നത്. തൊടുപുഴയിൽ ഒരു വികസനം എന്ന് പറയുന്നത് ഈ 9 വർഷം കൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിച്ചിട്ടില്ല. അത് തീർത്തും തൊടുപുഴയിലെ ജനങ്ങൾ നിരാശരാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് നോക്കിയാൽ ഒരു 250 മീറ്റർ മാറിയാൽ മാരിക്കലിങ്ക് കാഞ്ഞിരമറ്റം പാലമാണ്. 9 വർഷം മുമ്പ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായി എങ്കിലും അതിന്റെ ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണം ഇന്നും ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തൊടുപുഴയുടെ വികസനത്തെ പിന്നോട്ടടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതേപോലെ പുഴയോരം ബൈപ്പാസ് നിർമ്മിച്ചു കഴിഞ്ഞു. അതിന്റെ ഉദ്ഘാടനം പോലും നടത്തുവാൻ അതിന്റെ പ്രവേശന കവാടത്തിൽ തടസ്സമായി നിൽക്കുന്ന കെട്ടിടം, അതിന് പൈസ നൽകി അത് പൊളിച്ചു നീക്കുവാൻ പോലും ഇച്ഛാശക്തി ഈ സർക്കാരിനില്ല എന്ന് പറയുന്നത് വേദനാജനകമാണ്. തൊടുപുഴയുടെ വികസനം കാക്ഷിക്കുന്ന ജനങ്ങൾ അത് നിരാശയോടുകൂടിയാണ് കാണുന്നത്. ഇച്ഛാശക്തിയോട് കൂടിയിട്ട് പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. 9 വർഷത്തെ ഭരണത്തിനിടെ 9 വർഷം കൊണ്ട് പണി തീർന്നിട്ടും പൂർത്തീകരിക്കാത്ത പാലം, ഇന്ത്യയിലെ തന്നെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ ഇടുക്കിയിലേക്കുള്ള ഈ കവാടം, അങ്ങോട്ടേക്കുള്ള റോഡ്, തൊടുപുഴയ്ക്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും ഏറ്റവും കീറാമുട്ടിയായി ഇരിക്കുന്ന തൊടുപുഴ മോർ ജംഗ്ഷൻ ട്രാഫിക് കുരുക്ക്, ഏതാണ്ട് 50 വർഷമായിട്ട് ഒരു വികസന പ്രവർത്തനങ്ങളും ചെയ്യാതെ കിടക്കുന്ന ഇടുക്കി റോഡ്, ഈ ട്രാഫിക് കുരുക്കിനെ പറ്റി, മോർ ജംഗ്ഷനെ പറ്റി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ ഇന്നലെ മുനിസിപ്പൽ ചെയർമാൻ ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി വിളിച്ചതാണ്. അത് ശരിക്കും ഞങ്ങൾ വ്യാപാരികൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. തൊടുപുഴയിൽ വർഷങ്ങളായിട്ടുള്ള ഗതാഗതക്കുരുക്ക് പരിഹരിക്കണം എന്നാണ് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നത്. ഇതിന് ശരിക്കും ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അത് പരിഷ്കരിക്കണം. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഗതാഗതക്കുരുക്ക് വരുന്നത് മോർ ജംഗ്ഷനിലാണ്. അവിടെ ഫ്ലൈ ഓവർ പോലെയുള്ള സംവിധാനത്തെക്കുറിച്ച് കൂടി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ തൊടുപുഴ പുറകോട്ട് പോകും. തൊടുപുഴയിൽ ഇന്ന് ഇടുക്കി ജില്ലയുടെ തന്നെയല്ല, സമീപ പ്രദേശങ്ങളിൽ ഏറ്റവും വലിയ ടൗണായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ധാരാളം വ്യാപാര സ്ഥാപനങ്ങൾ, കോർപ്പറേറ്റുകളെല്ലാം തൊടുപുഴയ്ക്ക് വരികയാണ്. ഈ സാഹചര്യത്തിൽ തൊടുപുഴയിലെ ഗതാഗതക്കുരുക്ക്
ശരിക്കും പരിഹരിച്ചില്ലെങ്കിൽ നമ്മൾ വളരെയധികം പുറകോട്ട് പോകും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. തൊടുപുഴയുടെ ടൂറിസ്റ്റ് മേഖലകളിലേക്കുള്ള റോഡുകളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും തൊടുപുഴയ്ക്ക് അഭിമാനമാകുന്ന വികസന കേന്ദ്രങ്ങളാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറ ആൻഡ് റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ വിജയൻ.